ബഹാവുദ്ദീൻ നദ്വിയുടെ വിവാദ പരാമർശത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ അംഗം ഉമർ ഫൈസി മുഖം മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരായ അധിക്ഷേപം ശരിയായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്ക് ആ രൂപത്തിലായത് ശരിയായില്ല എന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം ഇപ്പം വെറും ഇങ്ങോട്ട് ചോദിക്കാം. അത്രയേ ഉള്ളൂ. പറഞ്ഞോ, എന്നാൽ പിന്നെ നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്? ഷമി, കോഴിക്കോട് മുശാവറ യോഗം, സമസ്ത മുശാവറ യോഗം ആരംഭിച്ചു. യോഗത്തിന് എത്തിയ ഘട്ടത്തിലാണ് സമസ്ത മുശാവറ അംഗം കൂടിയായ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ മറ്റൊരു മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചത്. നദ്വിയുടെ പ്രസ്താവന ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം, ആരോപണങ്ങൾക്ക് വസ്തുത വേണം, മുശാവറ അംഗം വാക്കിൽ സൂക്ഷ്മത പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഉമർ ഫൈസി മുക്കം പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു നിലപാട്, അതായത് ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും ഭാര്യയ്ക്ക് പുറമെ വൈസ് ഇൻചാർജുകളുണ്ട് എന്ന അധിക്ഷേപകരമായ പരാമർശമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മടവൂരിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ബഹാവുദ്ദീൻ നദ്വിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നദ്വി മുശാവറ യോഗത്തിനപ്പോൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നെങ്കിലും ഒന്നും പ്രതികരിക്കാതെയാണ് അദ്ദേഹം യോഗത്തിലേക്ക് കയറിയത്. എന്തായാലും ഈ വിഷയം ഉൾപ്പെടെ ഇന്നത്തെ മുശാവറ യോഗം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 100ാം വാർഷികം, സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനായാണ് കോഴിക്കോട് ഇന്ന് യോഗം വിളിച്ചു ചേർത്തതെങ്കിലും ഈ നദ്വിയുടെ വിവാദ പ്രസ്താവനയും ഒപ്പം സമസ്ത ലീഗ് തർക്കവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിലും ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 2 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് മനസ്സിലാവും. ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.